എനിക്ക് ഓർമ്മയില്ല, ഞാനൊരു സീനിയർ ഏച്ചിനെ കൊണ്ട് പറയുന്നത്. നമ്മൾ ചെന്നൈ താമസിക്കുമ്പോ നമ്മളെ ഹോസ്റ്റലിലുണ്ടായ സീനിയർ ഏച്ചി, ഒറ്റ ചേച്ചി മാത്രം നമ്മളെ കൂടെ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടേനോ. ഒരു തടിച്ച് വെളുത്ത് നല്ല ഹൈറ്റെല്ലാം ഉള്ള. ആ ജ്യോതിക. ഈ ഒരിക്കൽ ചെന്നൈയിൽ വന്നപ്പോ ആ അതെ അതെ അതെ, ആ വന്നപ്പോ കാണുകയും ചെയ്താ ആ ആ ഓളന്നെ. അപ്പൊ ആ ചേച്ചിയില്ലേ, എപ്പോ നോക്കിക്കഴിഞ്ഞാലും രാത്രി ആയി കഴിഞ്ഞാല് ബാത്റൂം പോവേ. ഉം, ഡെയിലി ഇങ്ങനെ പോവും. ഉം. നമുക്ക് ആദ്യം സംഭവം ഒന്നും തീർന്നിട്ടില്ല. നമ്മളെല്ലാം കിടന്നു കഴിഞ്ഞാലേ പക്ഷെ പോവുള്ളൂ. ഉം. ആ എന്നിട്ട് അപ്പൊ നമ്മളിങ്ങനെ എല്ലാം ഇങ്ങനെ പറയലുണ്ട്. ഉം. അധികം അങ്ങനെ നമ്മൾ ഷെയർ ചെയ്യുന്ന പോലെ ഷെയർ ചെയ്യാൻ പറയുന്നൊന്നുമില്ല. എന്നാലും ചോദിക്കും പറയലും ചെയ്യും. അങ്ങനെ എന്തെങ്കിലും കാര്യമെല്ലാം ഉണ്ടെങ്കിൽ അയച്ച് നമ്മുടെ അടുത്ത് വന്ന് പറയലും ചെയ്യും. പുറത്തെല്ലാം പോകുന്നുണ്ടെങ്കിൽ ഞാൻ പറയില്ല, ചേച്ചി പബ്ബിലെല്ലാം പോക്കുണ്ട് ചെക്കന്മാരൊപ്പരാന്ന് ആളിങ്ങനെ വന്നിട്ട് പറഞ്ഞു തരെല്ലാം ചെയ്യും. ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയില്ല നമ്മളെ പോലെ. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ ബാത്റൂമിൽ എപ്പോഴും പോയി. അപ്പൊ നമുക്ക് ഇങ്ങനെ ഡൗട്ട് അടിച്ച് ബാത്റൂം പോകാൻ വേണ്ടിട്ട്. കാരണം കുറേ ടൈം എടുക്കും ബാത്റൂം പോയി കഴിഞ്ഞാൽ. കുറേ ടൈം എടുത്തിട്ടേ വരുള്ളൂ. അത് മാത്രല്ല, രാത്രി ബാത്റൂം പോകുന്ന സമയത്ത് ഫോൺ എടുത്തിട്ടാണ് എപ്പോഴും പോവുക. ബാത്റൂം പോകുമ്പോ ഫോൺ എന്തിനാ എടുക്കുന്നത്? അതെന്തിനാ ഫോൺ എടുക്കുന്നത്? എടാ, ഫോൺ എന്തിനാ എടുക്കുന്നത് ബാത്റൂം പോകുമ്പോ? ഒന്നിക്ക് ഫോൺ എടുത്തിട്ടാ ബാത്റൂം പോവാ? ഒന്നിക്കാരെങ്കിലും വിളിക്കേ, ഇല്ലെങ്കിൽ ശരിയാ, വിളിക്കാനായിരിക്കും. അപ്പൊ അത്രയും ടൈം ഫോൺ എടുത്താൽ നമുക്ക് ആദ്യം ഒരു ഡൗട്ട് ഉണ്ടേനു. ഫോൺ എടുത്തിട്ട് രാത്രി മാത്രം പോകുമ്പോ ഫോൺ എടുത്തിട്ട് പോകുന്നോണ്ട് അപ്പൊ നമുക്കിങ്ങനെ അത് എന്താന്നറിയാനുള്ള ഒരു ഭയങ്കര ആകാംക്ഷയും. ഒരു നമ്മളൊരു തോരല്ലേ? പെൺപിള്ളേര് പിള്ളേരെ ബാത്റൂമിൽ പോയിട്ട് ചെവിടി ഇങ്ങനെ വെച്ച് നോക്കി. ഭയങ്കര സൗണ്ടടാ. നമുക്ക് തിരിയൂലേ ആ സൗണ്ട്. അതിങ്ങനെ അടിക്കുന്ന മാതിരിയുള്ള ഒരു സൗണ്ട് ഇല്ലേ, അതേ പോലത്തെ സൗണ്ട്. അടി ഒരു 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 സൗണ്ട് വരൂലേ, എനിക്കറിയില്ലേ, ചെയ്യുമ്പോല്ലേ? ചെയ്യുമ്പോഴുള്ള സൗണ്ട്. അപ്പൊ നമ്മളത് ഒറ്റക്ക് ചെയ്യുമ്പോ ഒരു സൗണ്ട് ഉണ്ടാവൂലേ, അതേപോലെ തന്നെ അങ്ങനെയുള്ള ഒരു സൗണ്ട്. നമുക്ക് ചിരി വന്നിട്ടൊന്നും പറയാനും പറ്റുന്നില്ല. അപ്പൊ വിളിക്കുന്നയാണോ അല്ലെങ്കിൽ ഫോണിൽ നോക്കിയിട്ട് ചെയ്യുന്നതാണോ? അതറിയില്ല. ഒരിക്കൽ ഇങ്ങനെ ഏതോ ഒരു ആണുങ്ങളെ പോലത്തെ സൗണ്ട് കേട്ടിന്. പിള്ളേര് കേട്ടതാണ്. പിള്ളേര് പറഞ്ഞത് ആരെയോ വിളിക്കുന്നതാ. പക്ഷെ ഞാനൊന്നും കേട്ടത് നേരിട്ട് നല്ലോണം സൗണ്ട് കേട്ടിന്. സംഭവം ചെയ്യുന്നുണ്ട് അത് കേട്ടിന്. പക്ഷെ പിള്ളേരെന്ന് പറഞ്ഞ ഏതോ ഒരു ആണുങ്ങളെ സൗണ്ട് കേട്ടിനാണ്. അവ എന്നാ ഉള്ളെന്ന് നടക്കുന്ന അറിയില്ല. ഭയങ്കര സൗണ്ട് ഉള്ളെന്ന്. ചില സമയത്ത് രാത്രി 2-3 പ്രാവശ്യം പോവും. ആ ഏച്ചിനെ കാണുമ്പോ തന്നെ ഭയങ്കര ഒരു ഭയങ്കര ഹൈറ്റും തടിയും എല്ലാം ആയിട്ട് ചബി. കാണണം മോനെ. സെറ്റാണ്. സെറ്റ് ഡ്രസ്സെല്ലാം നമ്മളാരും ഇങ്ങനത്തെ ഡ്രസ്സൊന്നും യൂസ് ചെയ്യില്ല അന്നേരം. അടിപൊളിയാ. നല്ല മോഡേണാ. നമ്മളെ ഞാനന്ന് വന്നപ്പോ ആ റൂം കണ്ടതേ ഉള്ളൂ. നമ്മളെ ഹോസ്റ്റലിൽ ഇങ്ങനത്തെ ഷോർട്ട് ചെറിയ ചെറിയ ഡ്രസ്സൊന്നും ഇടാൻ പാടില്ല ഹോസ്റ്റലില്. അപ്പൊ ഈ എന്താ പണി എടുക്കുന്ന അറിയാവാ? ഹോസ്റ്റലിന് പോകുമ്പോ അത് നീളമുള്ള ഏതെങ്കിലും പാവാട ഇട്ടിട്ട് പോകും. എന്നിട്ട് ഹോസ്റ്റല് കഴിഞ്ഞ് നമ്മളൊരു ടേണിങ് ഇല്ല അവിടെ, ഒരു വളവുണ്ട്. അപ്പൊ ആ വളവിന്റെ അടുത്ത് എത്തി കഴിഞ്ഞാല് ആ പാവാട കഴിച്ചിട്ട് ബാഗിൽ വെക്കും. പുറത്തുനിന്ന് എവിടെയും കാണുമ്പോ ആ ഒരു ടേണിങ്ങിന്റെ എടുക്കുന്ന അവിടെ അങ്ങനെ ആളൊന്നും ഉണ്ടാവില്ല. അവിടുന്ന് കഴിക്കും. ചേച്ചിനെ പറഞ്ഞ അവിടുന്ന് കഴിക്കലെന്ന്. എന്നിട്ട് കഴിച്ചിട്ട് ബാഗിൽ വെക്കും. എന്നിട്ട് കുഞ്ഞി ട്രൗസർ ഇട്ടിട്ടാണ് പോവാ. അപ്പത്തേക്ക് ആരെങ്കിലും വരും, ഏട്ടന്മാരെല്ലാം ഉണ്ടാവും. സീനിയർ ഏട്ടന്മാരോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടാവും. ചെന്നൈ എന്ന് പറഞ്ഞാൽ അവർക്ക് അവിടുത്തെ അധികം ആൾക്കാർ അറിയാം. ഏതെങ്കിലും അയച്ചാലോണം വെള്ളം അടിക്കുമല്ലോ. പിന്നെ അവിടെ ഒരു മൊബൈൽ ഷോപ്പിൽ ഒരു ഏട്ടനുണ്ടേ, റീചാർജ് എല്ലാം ചെയ്യുന്ന പോലത്തെ പിടുത്തെ. ആ ഏട്ടന്, പക്ഷെ ആ ഏട്ടൻ മലയാളിയൊന്നുമല്ല. ആ ഏട്ടൻ വേറെ ഏതോ ഭാഷേന്റെ ആളായിട്ടാ. അയ്യേട്ടനായിട്ട് ഭയങ്കര കമ്പനി ചേച്ചി. അയ്യേട്ടൻ ഇടക്കിടക്ക് കൂട്ടി പോകുന്നതാണ് രാത്രി. എവിടെയാന്നൊന്നും അറിയില്ല. നമ്മളിങ്ങനെ ചോദിക്കല്ലേ ചേച്ചിക്ക് എങ്ങനെയാകുമ്പോ പറഞ്ഞ ഓൻ നല്ലയാന്ന്, നമ്മള് ഫ്രണ്ട്സാന്ന്. അവനെടെങ്കിലും ഇങ്ങനെ പുറത്തെല്ലാം പോകുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കണം എന്ന് പറയും. അപ്പൊ
അന്യം കൂടി കൂട്ടലുണ്ട്. അനക്ക് അങ്ങനെ ചെന്നൈ അങ്ങനെ അറിയില്ലാലോ. അറിയാത്ത സ്ഥലത്തിലെല്ലാം പോകുമ്പോ ആരെങ്കിലും വേണ്ടേ അങ്ങനെയെല്ലാം പറയും. അതിന് നിങ്ങളെ കൂട്ടി പോയപ്പോരെ. ഭയങ്കര സിമ്പിൾ ആയിട്ട് പറയും. ഓരിങ്ങനെ പറയുന്നതൊന്നും തെറ്റാന്നൊന്നും തോന്നൂല. ഓറെ കല്യാണം കഴിഞ്ഞ? ഇല്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല. നീ ആരെയാ ശരിക്കും അപ്പൊ കല്യാണം ശരിയായ ഉറപ്പിച്ച് ജീവിതം. വെച്ച പറഞ്ഞ? അത് വേറെ എഴുതി. ഓ വിസ്മയ. ആ വിസ്മയല്ല, വിസ്മയ ചേച്ചി. അത് ചേച്ചിയാ എന്നെക്കാളും മൂത്ത. അല്ല അപ്പൊ ഇവര് കണ്ടാളത്തെ ഒരു ചെയ്യലില്ല. ചെയ്യലുണ്ടാവൂലേ. അതാ ഞാൻ പറഞ്ഞ ചേച്ചിനോട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. ചെയ്യലുണ്ടാവുന്ന നമുക്ക് തോന്നുന്നത്. കാരണം അവർക്കില്ലേ ചേച്ചി ആദ്യം നല്ല മെലിഞ്ഞിട്ടേനെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇയറിലപ്പോ ചേച്ചി സെക്കൻഡ് ഇയർ അന്നേരം ചേച്ചി നല്ല മെലിഞ്ഞിട്ടേനു. പിന്നെ നമ്മൾ സെക്കൻഡ് ഇയർ എത്തപ്പോ ചേച്ചി തേർഡ് ഇയർ ആയ സമയത്തില്ലേ ചേച്ചി പെട്ടെന്ന് ഉരുണ്ട് വന്നടാ. നല്ല സ്കിന്നെല്ലാം ഫുള്ള് മാറി. അപ്പൊ എല്ലാരും ഇങ്ങനെ പറയൂലേ അങ്ങനെ ചെയ്ത് കഴിയുമ്പോ കളിച്ച് കളിച്ചിട്ട് തടി വെക്കും. ശരിക്കും സത്യം അത്. പെൺകുട്ടികൾക്ക് പെട്ടെന്ന് നല്ല ചേഞ്ച് ഉണ്ടാവൂലേ, നല്ല വണ്ണെല്ലാം വരൂലേ. സത്യം പറഞ്ഞ ചേച്ചിന്റെ മുൻഭാഗമൊന്നും അത്ര വണ്ണമൊന്നും ഉണ്ടായിട്ടില്ലേ. പിന്നെ വലിയതായി, നല്ല വലുതായി, നല്ല വലുതായി. എന്റെ ഇടയ്ക്ക് ചേച്ചീന്റെ തന്നെ ഫ്രണ്ട്സ് ഇങ്ങനെ വരുമ്പോ നമ്മളെടുത്ത് പറയും, അന്ന് അനു നമ്മളെടുത്ത് വന്നിട്ട് പറഞ്ഞു ഓളതിങ്ങനെ ഇങ്ങനെ എല്ലാരും കൂടി പിടിച്ചിട്ട് വണ്ണം വെച്ചാന്നല്ലോ. നമ്മളിങ്ങനെ പറയും. ഇവക്ക് ചിലപ്പോ പാരയായോണ്ടായിരിക്കും ഇവള് നമ്മളടുത്ത് വന്നിക്കുന്നത്, ജൂനിയേഴ്സ് ആയ നമ്മളടുത്ത്. ഓളെ ഇത് ആൾക്കാര് ഓളെ ഒപ്പരമുള്ള പിള്ളേരായിട്ടൊന്നും ഓളത്ര വലിയ വെച്ചില്ല ചേച്ചി. അതുകൊണ്ടാ നമ്മളെ റൂമിൽ നിൽക്കുന്നത്. അതാവുമ്പോ ഇങ്ങനെ പോയി ഇതാക്കെല്ലാം ചെയ്യാലോ. നമ്മളൊന്നും പറയൂലല്ലോ സീനിയർ ആയതുകൊണ്ട്. എന്തായാലും അടിപൊളി തന്നെയാ. അപ്പഴേ നല്ല നല്ല ലുക്കാല്ലേ ഇവളെ നല്ല കാണാൻ. ലുക്കാ. അതാ ഇങ്ങനെ ഷെയ്പ്പായിട്ട് കണ്ട പറയൂല. കാണുമ്പോ കുറച്ച് പാവം പോലെയാണ്. നല്ല രസമില്ലേ കാണാൻ. നല്ല ഹൈറ്റും തടിയും. പക്ഷെ തടി അതിന് ശേഷം വന്നു. അപ്പൊ നമ്മളിങ്ങനെ പറയും ചേച്ചി ചെയ്തിട്ടാന്ന് തോന്നി ഇങ്ങനെ തടിച്ചിട്ടുണ്ടാവുക. എന്ത് ചെയ്ത് സ്വന്തമായിട്ടാന്നല്ലേ വേറെ ആരെങ്കിലും? സ്വന്തമായിട്ടല്ല, എനക്കൊന്ന് സ്വന്തമായിട്ടും ചെയ്യലുണ്ട്. അത് സൗണ്ട് വെക്കുമ്പോ ചെയ്യല്ലോ ബാത്റൂമിന്ന്. വേറെ ആളെപ്പുറം ചെയ്യുന്ന പിന്നെ രാത്രി പോയി കഴിഞ്ഞാല് ആ ചേച്ചി എപ്പോഴെങ്കിലും വരുവാ. ഒന്നിക്കൽ ചിലപ്പോ രാവിലെ വരും 6 മണി. ഇപ്പൊ അടുത്ത ആള് വരുന്നതിന് മുമ്പിട്ട്, ഫുഡെല്ലാം കൊണ്ടുവരുന്ന ആള് വരുന്നതിന് മുമ്പിട്ട് രാവിലെ എത്തും. അങ്ങനെ എത്തല് സാധാരണ. ചില സമയത്ത് വേഗം വരും. ഈ ഇപ്പൊ രാവിലെ ആവുന്നതിന് മുമ്പിട്ട് വരും. അല്ലാത്ത ടൈമിൽ ഇപ്പൊ മറ്റേ റീചാർജ് ചെയ്യുന്ന ഈ ഏട്ടന്റെ ഇതില്ലേ, അയ്യേട്ടൻ വരുന്നുണ്ടെന്ന് പറഞ്ഞില്ല. അയ്യേട്ടന്റെ ഒപ്പരെല്ലാം പോയി കഴിഞ്ഞാൽ രാവിലെ വരുന്നത്. അപ്പൊ എന്താക്കൂ? എവിടെയും താമസിക്കുവോ? അറിയില്ല. സ്റ്റേ അടിച്ചിട്ടായിരിക്കല്ലേ വരുന്നുണ്ടാവുക. അവിടെയെല്ലാം പിന്നെ ഇഷ്ടംമാതിരി, ഒരു കെട്ടുമാറണ്ടേ? കുഴപ്പമില്ല. നീ ഇതേപോലെ എവിടെയെങ്കിലും പോക്കുണ്ടാ? പോണമെന്നുണ്ട്. പക്ഷെങ്കിൽ എനക്കെല്ലാം ഒരു ഓനുണ്ടായി പോയില്ലേ, അതുകൊണ്ട്. പക്ഷെ ഓനുള്ളതൊന്നും കുഴപ്പമില്ല. ഓനുള്ളത് സീനിയേഴ്സിനെല്ലാം നമുക്ക് ഇഷ്ടം പോലെ അറിയാം. ഓൻ വരുത്തുണ്ടോ അങ്ങോട്ടേക്ക്? ആര്? എന്റെ ഓൻ വരുത്തുണ്ടാ? എന്തോ വരുത്തുണ്ട്. എന്നാലും നിങ്ങൾ എങ്ങനെ സ്റ്റേ? ഞാൻ പറഞ്ഞ ഇവിടെ ഇഷ്ടംമാതിരി കിട്ടും. അതിനൊന്നും ഒരു പഞ്ഞുമില്ല. എന്നാ പിന്നെ എനിക്ക് എന്റെ ഒപ്പം താമസിച്ചൂടെ? ഞാൻ അങ്ങോട്ട് വരുമ്പോ നീ വന്നു. ഒപ്പരം ആരോടും താമസിക്കാടാ? പറയാണ്ടെന്നാ മതി. അത് ആരോടും പറയാണ്ടെന്നാ മതി. എന്നാ നീ വരുമ്പോ 2 പിള്ളേരെയും കൂടി കൂട്ടിക്കോ. അതെന്തിനാ അത്? ഒരാള് വെറുതെ പോരായില്ല. ജ്യോതികനെയും കൂടി കൂട്ടിക്കോ. അതെല്ലാം പെട്ടെന്ന് വളഞ്ഞു കിട്ടും എനിക്ക്. ഒന്നിനെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ. പക്ഷെ നിന്റെ അത്ര പോരാട്ടാ. ബാക്കി പിന്നൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. കാണണ്ടേ? നീ വിചാരിച്ച സെറ്റ് ആകൂടാ. നീ ഒന്ന് സെറ്റ് ആക്കിത്താ. എന്നാ സെറ്റാക്കണ്ടേ?
ജ്യോതികേന. ആ ഓക്ക് ആൾക്കാര് ക്യൂ നിക്കുന്ന അങ്ങനെ കണ്ടിട്ട് പോലും. ദൈവമേ, ഇതേപോലെ തന്നെയല്ല നാട്ടിൽ വന്നിട്ട് കെട്ടേണ്ടി വന്നുള്ള അവസ്ഥ. ഓക്കെല്ലാം പെട്ടെന്ന് ആളെ കിട്ടും. അത്രയും രസമുണ്ട് കാണാൻ. കുഴൽ കിണർ പോലെ ആയിട്ടുണ്ടാവുമല്ലോ അല്ലേ? അത് പിന്നെ പറയാനുണ്ടോ. ഇതിന്റെ കുഴൽ കിണർ പോലെയൊന്നും ഇല്ലല്ലോ. ഇല്ലപ്പാ, നമ്മളല്ലേ ഇത് കേൾക്കുന്നല്ലേ ഉള്ളൂ. നന്നപ്പോലും ഒന്ന് സമ്മതിച്ചില്ല. നിന്റെ ഊന് മാത്രമല്ലേ കൊടുക്കുള്ളൂ. അതെല്ലാം കുറച്ച് പ്രധാനപ്പെട്ടതാണ്. ഈ മിൽമാവൂത്തും എടുത്തിട്ട് വന്നാ മതി എൻ്റെ അടുത്ത്. അത് മാത്രമേ തരൂ. ഇങ്ങനെ വിളിക്കുന്നെങ്കിലും ഇല്ലേ. അതെ, ഈ വിളിയും മിൽമാവൂത്തും മാത്രമേ എൻ്റെ അടുത്തുള്ളൂ. തേനൊന്നും തൽക്കാലം അത് മതി. കിട്ടുന്നില്ല. എന്റെ എല്ലാ തേനും ഒക്കെ വേണം തോന്നും. പിന്നെ ഇന്ന് പിന്നെന്താ, എവിടെയും പോണ്ടേ? ഇന്ന് നൈറ്റ് എവിടെയോ പോണെന്ന് പറഞ്ഞു. അറിയില്ല. പിള്ളേരുണ്ടോ? പിള്ളേരുണ്ട്. എന്തായാലും അടിച്ചു പൊളിക്ക്. നടിച്ചാലേ സമാധാനം. ആഘോഷിക്കുന്ന പറഞ്ഞ വേറൊന്നും അടിച്ച് പൊളിച്ചേക്കില്ല കേട്ടാ.